ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ശിശുദിനമാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ പല ആളുകൾക്കും ശിശുദിനത്തിൽ ഒരു തൊപ്പി ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻഫോ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ സ്പീഡ് കൂടിപ്പോയി എന്ന് പല ആളുകൾക്കും പരാതിയുണ്ട്. ആ പരാതി പരിഹരിക്കാനും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോകൾ ചെയ്യുമ്പോൾ, നമ്മുടെ സ്കോളർഷിപ്പിന്റെ വീഡിയോ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ കേൾക്കുന്നതുമായ ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടല്ല, ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നമുക്കൊരു നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കേണ്ടത്. 32 സെന്റിമീറ്റർ വീതിയും 38 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങളുടെ കുട്ടിയുടെ തലയുടെ വലുപ്പത്തിനനുസരിച്ച്. ഇത്രയും ഭാഗമാണ് ഇനി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കണം. ഈ മടക്കുന്നത് ഇത്രയാണ് തൊപ്പിയുടെ നീളം വരിക, ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ ഇതാണ് തൊപ്പിയുടെ വീതി വരിക, ഇത്രയും ഭാഗം. അപ്പോൾ ഇതിന് ശേഷം ഇത് ഒന്നും കൂടി ഇങ്ങനെ മടക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഭാഗം ഞാൻ ആദ്യം മടക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെച്ചത് ഇതൊന്ന് നിവർത്തിയതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ മടക്കി വെക്കുക. മനസ്സിലായല്ലോ? ഇത് രണ്ടും അതുപോലെ മടക്കി വെക്കുക. മനസ്സിലായല്ലോ? അതിനുശേഷം ഈ അടിഭാഗത്ത് നിന്ന് ഇതിങ്ങനെ മുകളിലേക്ക് മടക്കാം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഒരു പീസ് ഉണ്ട്, ഈ ഒരു ഭാഗം. അത് ഈ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തന്നെ മടക്കി വെക്കുക. ഈ സൈഡും അതുപോലെ ചെയ്യാം. ഇത് ഇങ്ങനെ മടക്കി വെക്കാം, ഇതുപോലെ ഇങ്ങോട്ട് മടക്കി വെക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് മടക്കാം. ഇത് എക്സ്ട്രാ വരുന്നത് ഈ ബാക്കിലേക്ക് ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിലേക്ക് തന്നെ ഇതുപോലെ തന്നെ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഇതാ, ഇവിടെ ഒരു ഫോൾഡ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇത് ഇങ്ങനെ കയറ്റി വെക്കുക. ഇതുണ്ടല്ലോ, ഇതിലേക്കും ഈ സൈഡിലുള്ളത് ഇവിടെ ഇങ്ങനെയും കയറ്റി വെക്കുക. ഇതിനുള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റി വെക്കുക. ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം. ഇത് കുട്ടികൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ഉറപ്പിന് വേണ്ടിയിട്ട് സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ട് ഒന്ന് പിൻ ചെയ്യുകയോ പശ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിക്കുകയോ ആവാം. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോരാ, അത് കുട്ടികളല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊപ്പീൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് നിർത്താം. എന്നിട്ട് ഈ ഉൾഭാഗം, ഇതാണ് ഉൾഭാഗം, ഇത് ഒന്ന് ഈ ഫോൾഡ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലേക്കൊന്ന് പൊക്കാം. ഇപ്പം നമ്മുടെ ഈ തൊപ്പിയുടെ ഒരു വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് തൊപ്പി, കണ്ടോ? അപ്പോൾ ഇതാണ് കുട്ടിയുടെ തലേൻ്റെ വലിപ്പം. കർവ് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും നീളം നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം എടുക്കാൻ. നിങ്ങളുടെ കുട്ടിയുടെ തല വലുതാണെങ്കിൽ അല്ലെങ്കിൽ തടിയുള്ള കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക, ചെറിയ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിൻ്റെ വീതി വരുന്നത് ഒരു 6 സെൻറ്റിമീറ്ററും വീതി എടുത്താലേ തൊപ്പി ഒരു നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ ചാർട്ട് പേപ്പർ കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക്, ഒരു 8 വയസ്സായ കുട്ടിക്കൊക്കെ തലയിൽ ഒതുങ്ങുന്ന രൂപത്തിലാണ് ഈ ഒരു കുട്ടി. ഇതിന് 38 സെന്റിമീറ്റർ വീതിയും 32 സെന്റിമീറ്റർ നീളവുമാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാൻ കാരണം, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ സ്പീഡ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് പല ആളുകൾക്കും അതിൽ കംപ്ലൈന്റ് ഉണ്ട്, പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു
വെളിച്ചടിച്ചിട്ട് ശരിക്കും വ്യക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. ആ വീഡിയോ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറ്റൊരു ഇൻഫോ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.